സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെൽക്കം ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഇന്നലെ നമ്മൾ കേട്ടോണ്ടിരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടം, ഇതിനെ എങ്ങനെ ജയിക്കാം, ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടോണ്ടിരുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തിയെന്നല്ലേ. ഹല്ലേലൂയ. സമയപരിമിതി പോലും ഹല്ലേലൂയ പറഞ്ഞത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ എപ്പോഴും പറഞ്ഞ വചനം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മളാണ്. പക്ഷേല് പിറ്റേ ദിവസം നല്ല പറഞ്ഞ് എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഹല്ലേലൂയ പറയാനായിട്ട്. ഹല്ലേലൂയ. നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾക്കിന് സമാധാനം ഉണ്ടായത് ഞാൻ പറയുന്നു. ലോകത്തിന് കഷ്ടമുണ്ട്, എങ്കിലും ഭയപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിൽ ആണെങ്കിലാണ് ആമേ നമുക്ക് സമാധാനം ഉള്ളതും. അങ്ങനെയാണ് നമ്മൾ കഷ്ടത്തിൽ വായിക്കൂടെ വയ്ക്കുമ്പോൾ നമ്മൾ അവൻ ഭയപ്പെടാതെ തന്നെ ജയിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ തന്നെയായിരിക്കും. കർത്താവ് പറഞ്ഞ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു. കർത്താവിന്റെ സമാധാനം നമുക്ക് തന്ന ശേഷം നമ്മൾ ആ സമാധാനത്തിൽ തന്നെ കർത്താവിൽ തന്നെ വസിക്കുമ്പോഴാണ് നമുക്കത് അത് ശരിക്കും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആകത്തുള്ളൂ. ഹല്ലേലൂയ. പ്രവാചകൻ 8:28, 29 അത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ പുത്രനെ പോലെ ആകാൻ വേണ്ടി ആമി പുത്രനോട് അമ്മ ക്രിസ്തുവിനെ പോയി ആയി മാറുക എന്ന ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴും കഷ്ടങ്ങളൊക്കെ ദൈവം അനുഭവിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ പറഞ്ഞത് ഗലാത്യ ലേഖനത്തിലാണ്. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ അനുരൂപരായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിലൂടെയൊന്നും നമ്മൾ പിറുപിറുക്കുന്നവരായിട്ട് മാറാനല്ല, കർത്താവിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ കർത്താവ് പറയുന്നത് എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വിചാരം ഭൂമി ആകാശത്ത് ഉയർന്നിരിക്കുന്ന പോലെ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ വിചാരങ്ങൾക്ക് അല്ലെ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മൾ വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അത് ഞാനൊന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 33-ാം വാക്യം വായിക്കും. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. 33. ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധി എത്ര അപ്രമേയം, അവന്റെ വഴികൾ എത്ര അഗോചരവുമാകും. നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ വഴികളെ കുറിച്ച് അത് നമുക്ക് അഗോചരം എന്ന് വെച്ചാൽ നമുക്കത് അറിയാൻ കഴിയാത്തതാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അഗോചരം എന്നുള്ള വാക്ക് അമ്മ പറയുന്നത് ദൈവത്തിന്റെ വഴികൾ നമുക്ക് അറിയാൻ കഴിയത്തില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെങ്കടലിന്റെ മുമ്പ് ചെന്ന് മോശ ഹല്ലേലൂയ. അപ്പം മോശ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ചെങ്കടലിൽ തുറന്നിട്ടാണ് ദൈവം നമ്മളെ അപ്പുറത്ത് കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വഴികൾ അഗോചരം എന്ന് പറയുന്ന അവിടെയാണ്. ഹല്ലേലൂയ. നമുക്ക് അത് വെളിപ്പെട്ട് കഴിയുമ്പോഴായോ ഇങ്ങനൊരു വഴിയൊക്കെ വെളിപ്പെടുമോ എന്ന് വെച്ചാൽ നമുക്കൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ചില വഴികളൊക്കെ തുറന്നിട്ടില്ല നേരത്തെയൊക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും കർത്താവ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ദൈവത്തിന്റെ പ്രവർത്തി. പക്ഷെ ദൈവം അത് നേരത്തെ നമ്മളോട് ഒരിക്കലും പറയത്തില്ല. നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു ദൈവം പറയത്തില്ല. അവിടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇത് തന്നെ. ചെങ്കടലിന്റെ വഴി അതൊക്കെ ചെന്ന് നിൽക്കുമ്പോഴും അവരെ ലീഡ് ചെയ്യാൻ കൊണ്ടുപോയ മോശയോട് പോലും ദൈവം പറഞ്ഞത് ഞാൻ ഇവിടെയാണ് വഴി തുറക്കാൻ പോകുന്നത് പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം ഒരിക്കലും നമ്മളോട് നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് എന്താ ചിലപ്പോൾ നമ്മൾ അറിയില്ല. അതുകൊണ്ട് എന്താ കാരണം വെച്ചാൽ നമ്മൾ പലപ്പോഴും പാനിക് ആകാറുണ്ട്. കർത്താവ് നാളെ എന്ത് സംഭവിക്കും, ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വിഷയം എന്ത് സംഭവിക്കും, ഇതെങ്ങനെ വരും എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൽ ആണ്. നേരത്തെ പറഞ്ഞ വാക്യം മറന്നുപോലും നമ്മൾ ക്രിസ്തുവിൽ ആണ് സമാധാനം നമുക്ക് ക്രിസ്തുവിലുള്ളത്. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, അപ്പൊ കർത്താവിലാണെങ്കിൽ നമുക്ക് ആ സമാധാനം ഉണ്ട്. നമ്മുടെ ജീവിതത്തില് വലിയ പ്രതിസന്ധി പ്രതികൂലം ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുമ്പോഴും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ പറ്റും. നമ്മൾ ക്രിസ്തുവിൽ ആണെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി വഴി നമ്മള് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം യോസഫിനോട് ഒരിക്കലും സ്വപ്നം കാണിക്കുമ്പോൾ ദൈവം പറഞ്ഞിട്ട് നീ ഇന്ന കാര്യങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. നമ്മളോട് പലരോടും ഇങ്ങനെ തന്നെ വിളിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് വാഗ്ദത്തങ്ങളൊക്കെ പലരിലൂടെ നമ്മൾ കേൾക്കും.
ചിലപ്പോൾ നമ്മളിലൊക്കെ തന്നെ ദൈവം വിഷൻസ് തരും, ദർശനങ്ങൾ തരുന്നൊക്കെ, പക്ഷേ അതിലേക്ക് കടന്നു പോകേണ്ട വഴി ദൈവം മിക്കവാറും വെളിപ്പെടുത്തത്തില്ല. വളരെ കുറച്ച് പേരോട് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. പക്ഷേ ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഈ കഷ്ടത വരുന്നതിന് മുമ്പ് ദൈവം ദർശനത്തിന് വ്യക്തമായി എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ വ്യക്തമായ ദർശനം കണ്ട വ്യക്തിയായിട്ട് പോലും കടന്നു പോകേണ്ട വഴികളെല്ലാം ദൈവം എത്രത്തോളം ദൂരമുണ്ട്, അത് എത്രത്തോളം വേദനാജനകമാണ്, എത്രത്തോളം രക്തം കിനിയുന്ന മുറിഞ്ഞ് രക്തം ഒഴുകി പഴുത്ത് ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോഴത്തെ ഏറ്റവും ഒരു വേദനാജന അവസ്ഥയോട് അങ്ങനെ കടന്നു പോണ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ട് പോലും ദർശനം തന്നിട്ട് പലപ്പോഴും ഞാൻ എന്താ പറയാ ഇരുന്നിട്ട് അയ്യം വിളിക്കാറുണ്ട്. ഹാലില്. കാരണം എനിക്കറിയാം കടന്നു പൊക്കോണ്ടിരിക്കുന്ന എന്താണെന്ന് നന്നായി അറിയാറേ. ദൈവം മുന്നമേ ആമെ കാണിച്ചിട്ട് വിടുന്ന വഴിയായിട്ട് പോലും നമ്മൾ ചിലപ്പോഴൊക്കെ ഇരുന്നിട്ട് അയ്യം വിളിക്കാറുണ്ട്. ഹാലലിയ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ കഷ്ടമൊക്കെ നമ്മൾ ഭയങ്കര ഉറപ്പിക്കാനും പ്രബോധിപ്പിക്കാനും ഒക്കെ ഭയങ്കര മുന്നിലാണ്. പക്ഷെ നമ്മൾ ആ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മളിവിടെ കടന്നിട്ട് ദൈവത്തോട് നല്ല വിളിക്കുക. ഹാലലിയ. കാരണം പലപ്പോഴും ചോദിക്കും, കർത്താവ് ഇതെപ്പ കഴിയും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ നന്മ നമുക്ക് കാണാൻ പലപ്പോഴും കഴിയുന്നില്ലെങ്കിൽ, പക്ഷെ ദൈവത്തിന് ഏറ്റവും വലിയ നന്മയാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി തന്ന ദൈവം അതോട് സകലം തരാതിരിക്കുമോ എന്നുള്ളത്. ഹാലലൂയ. നമ്മള് എല്ലാവരും അപ്പൊ ദൈവത്തിന്റെ ഹാലലിയ നമുക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ കാണാത്ത വഴികൾ തുറന്നു തരും. ഹാലലിയ. പക്ഷേല് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലെ നമ്മൾ ദൈവത്തിൽ ദൈവമാണ് എൻ്റെ ഓഹരി. നമ്മൾ പറയണേ എന്റെ ഓഹരി എന്താ? അബ്രഹാമും ലോത്തും കൂടെ യാത്ര പോയല്ലേ, കുറെ അടുത്ത് ലോത്ത് നീരോട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അബ്രഹാം ലോത്ത്, നിനക്ക് അത് വേണം എടുത്തു, നീ ഇടത്തോട്ട് വേണം, ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ട്, നിനക്ക് വേണ്ടത് ഇഷ്ടമുള്ളത് നീ എടുത്തു. ഹാലലിയ. അപ്പം അബ്രഹാമിന് ഈ ലോകത്തിൽ കാണുന്നതൊന്നും അല്ല, അബ്രഹാമിന്റെ പങ്കല്ല, അബ്രഹാമിന്റെ ഓഹരി അബ്രഹാമിനല്ല. അബ്രഹാം ആ ലോകത്തോട് നീ എടുത്തു. ലോത്തപ്പം നല്ല നീരോട്ടമുള്ള നല്ല ഇതൊക്കെ നോക്കിയിട്ട് ലോത്ത് എടുത്തു. നമുക്ക് കാണാം കൂടാരം മാറി മാറി അടിച്ചടിച്ച് ആമേൻ ഏതോമില്ല ആ ഗൊമോറ ആ ദേശം അത്രത്തോളം സ്ഥലത്തേക്ക് വെച്ചാൽ ആമേൻ ജനവാസമുള്ളത്, ആമേൻ സമ്പത്തുള്ളത്, പട്ടണം നല്ല എന്താ പറയാ ആൾക്കാരുള്ളത്, അല്ലെങ്കിൽ പറയാം നമുക്ക് നോക്കുമ്പോൾ കൃഷി ചെയ്താൽ നല്ല ജലം ഉള്ളത് എല്ലാം നോക്കിയെടുത്ത്. ഇതെല്ലാം അബ്രഹാം നീ എടുത്തു, നിനക്ക് വേണ്ടെന്ന് എന്താ വെച്ചെടുത്തു. കാരണം ഞാൻ ഈ കാണുന്നത് കണ്ടുകൊണ്ടല്ല വന്നേക്കുന്നത്, ഞാൻ കാണാത്തതിനായിട്ട് വന്നേക്കുന്ന ആളാണ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ ഓഹരി ദൈവമാണെന്ന് അബ്രഹാമിന് അറിയാം. അബ്രഹാം അവിടെ വഴക്കുണ്ടാക്കി ഒന്നും ചെയ്തില്ല. നമ്മളൊക്കെ ഇന്ന് അങ്ങനെയാണോ? ഹല്ലേലൂയ. നമ്മളെയൊക്കെ പലരും പലപ്പോഴും വന്നിട്ട് പലതും നമ്മൾ എടുക്കാൻ പോകുമ്പോഴത്തേനും നമ്മൾ പല ഹല്ലേലൂയ എന്താ പറയാ പലതും നമ്മൾ മുറുകെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷെ ദൈവമാണ് ഓഹരി എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളവർ ഒരു സ്ഥലത്ത് പോലും അത് പിടിച്ചത്. നമുക്കൊക്കെ പലപ്പോഴും ബലഹീനത വന്നിട്ട് നമ്മളൊക്കെ പലപ്പോഴും വീണ് പോയിട്ടുണ്ട്. ദൈവത്തിന് നന്നായിരുന്നു നമ്മൾ എവിടെയൊക്കെ വീണ് പോയിട്ട്. പക്ഷേ അവിടെയൊന്നും ദൈവം നമ്മുടെ വീഴ്ചകളൊന്നും ആരുടെ മുമ്പിൽ വരച്ച് കാണിക്കത്തില്ല. കാരണം അങ്ങനെ കാണിക്കാതെ നമ്മുടെ ഹൃദയത്തിലൊക്കെ കടന്നുപോയ ചിന്തകൾ പോലും തൊട്ടടുത്തിരിക്കുന്ന ആൾ കൂടി വെളിപ്പെടുത്തണം. നമുക്ക് ചിലപ്പോൾ മുഖത്തോട് നോക്കാൻ പറ്റത്തില്ല. ദൈവം ഒരിക്കലും ഒരാളുടെ കുറവുകൾ ആരോടും വെളിപ്പെടുത്തത്തില്ല. പിന്നെ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് അവർ ഒരിക്കലും നന്നാകത്തില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് മറ്റുള്ളവരിലൂടെ ചിലപ്പോൾ ആ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ഇടയാന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ദൈവം നമ്മള് ഇത് എന്താ പറയാ വെളിപ്പെടുത്തുക. നമ്മുടെ ദൈവസന്നിധി ഇതേ പറയുന്ന കണക്ക് നമ്മളെ വചനം കേൾക്കുമ്പോഴും നമ്മൾ ജീവിതത്തിന്റെ വീഴ്ചകൾ വരുമ്പോഴും ഒക്കെ നമ്മൾ ഒരു കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഹൃദയത്തിൽ നമ്മൾ പലതും പറയും, പലപ്പോഴും പറയും നമ്മളിങ്ങനെ വായിക്കൊണ്ട് കർത്താവെ. ഇപ്പൊ വചനം കേൾക്കാൻ സമർപ്പിക്കും, പ്രശ്നങ്ങൾ വരുമ്പോൾ സമർപ്പിക്കും, ചിലപ്പോൾ വീഴ്ചകൾ വരുമ്പോൾ സമർപ്പിക്കും. പക്ഷേ സമർപ്പിക്കും എന്നുള്ള ഒന്ന് ഓർക്കണം, നമ്മുടെ ഹൃദയം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ദൈവത്തിന്റെ കയ്യിൽ. ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മൾ യഥാർത്ഥമായി സമർപ്പിച്ചു, നമ്മൾ യഥാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത്. കർത്താവെ ഞാൻ ഇനി അങ്ങ് നന്നായിക്കൊള്ളാവേ, എനിക്കത് ഈ വിഷയം എന്റെ മുമ്പ് ഇപ്പൊ നിൽക്കുന്ന വലിയൊരു വിഷയം ഇതെന്നാ എനിക്ക് നടത്തി തന്ന പിന്നെ ഞാൻ എന്നെ പോലൊരു ഭക്തൻ ഈ ലോകത്തുണ്ടാകത്തില്ല. ഞാൻ ആ പാദപീഠം വിട്ട് മാറത്തില്ല. ഞാൻ ഒറ്റ സഭാരാധന മുടക്കത്തില്ല, എന്റെ ആരാധന മുടക്കത്തില്ല, എന്റെ വചനധ്യാനം മുടക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോ കർത്താവ് അറിയാം ഈ സംഭവം നടന്ന പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥനയുടെ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറിയിരിക്കും അല്ലേ? അങ്ങനെ ദൈവം എത്രയോ പ്രാവശ്യം നമുക്ക് ദൈവത്തിന് ഇത് അറിയാമെങ്കിൽ പോലും പലപ്പോഴും ദൈവം നമുക്ക് തന്നെ. പക്ഷെ നമ്മൾ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുകയും ദൈവസന്നിധി വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് അറിയാം, ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇത് വെറുതെ വായ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ സമർപ്പണം ഒരു പൂർണ്ണതയോട് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കും. ഹല്ലേലൂയ.
അപ്പൊ ദൈവത്തിന് അമ്മ നമ്മളെ കുറിച്ച് ഹാലലി അറിയുന്ന കാര്യങ്ങൾ, അറിവ് ഹാലലി. അപ്പൊ അവന്റെ ആ ദൈവത്തിന്റെ അറിവിന് ഹാലലി നമ്മൾ ആരും പരിധി വെക്കാനായിട്ട് ഇടയാക്കല്. അപ്പൊ ദൈവം അതുപോലെ നമുക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ ചെയ്യണം, അപ്പ ചെയ്യണം, ഇപ്പൊ ചെയ്യണം. നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവ് എനിക്ക് ഇപ്പൊ ലഭിക്കണം. യാക്കോബ് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് മല്ല് പിടിച്ച് അവിടെ കിട്ടിയിട്ട് ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അവിടെ ഇരിക്കത്തേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാണാച്ചു കഴിഞ്ഞാല് ആമീൻ ദൈവം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന് ഈ ദൈവത്തിന്റെ പരമ അധികാരത്തെ നമ്മൾ മറന്നുപോകില്ല. ദൈവത്തിന്റെ പരമ അധികാരത്തിന്മേൽ ഹാലിൽ ആർക്കും കൈകടത്താൻ അവകാശമില്ല. അതിനെ ചോദ്യം ചെയ്യേണ്ട ആർക്കും പറ്റത്തില്ല. ആമേൻ. സ്തോത്ര. ഹാലി പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തിന്റെയും ഹാല് നടത്തിപ്പൊന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുവിശേഷ പ്രസംഗം ഷമീർ പാസ് അവിടുത്തെ നിങ്ങളുടെ അവിടെ നടന്ന എന്താ പറയാ കൺവെൻഷൻ വേദി പ്രസംഗം കഴിച്ചപ്പോ ഇങ്ങനെ കാര്യം പറയുമ്പോ ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മൾ എല്ലാരും പറയാ, ഓ ദൈവം ഇല്ലെന്ന് നിരീശ്വരവാദികളൊക്കെ പറയും. എടാ മോനെ, നീക്ക് ദൈവം കണ്ണാണ്ട് മുമ്പിച്ച് നിന്റെയൊക്കെ രൂപം ഒന്ന് നോക്കിയാൽ മതി. ദൈവം ഇല്ലയോ ഉണ്ടോ തന്നേരം. കാരണം ദൈവത്തിന്റെ സൃഷ്ടിപ്പുള്ള ഹല നിന്റെ തലയിൽ വളർന്ന കറുത്ത സാധനം മുടിയാണ്, നിന്റെ പിരിയത്തിരിക്കുന്ന മുടിയാണ്, നിന്റെ കൺപോളിലിരിക്കുന്ന മുടിയാണ്, ഹല ഇങ്ങനെ താടി മീശയായിട്ടിരിക്കുന്ന മുടിയാണ്. ഇതെല്ലാം വളരും. പക്ഷെ കൺപീൽ ഇന്ന് ഒരാൾക്കിന് വളർന്നിട്ടുണ്ടോ? അത് മുടി തന്നെ അല്ലേ? ചോദിച്ചപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. സത്യമാണ് അല്ലേ? നമ്മൾ തലമുടി വെട്ടാറുണ്ട്, പിരിയും പ്ലക്ക് ചെയ്യാറുണ്ട്, ആമേ ഹാലില്ല, താടിയും മീശയും എല്ലാരും പഠിക്കാറുണ്ട്. പക്ഷെ കൺപീൽ ഇന്ന് ഒരാരെങ്കിലും കുറച്ച് വളർന്നു പോയെന്നാൽ ഞാൻ വെട്ടട്ടെ എന്ന് പറഞ്ഞ് വെട്ടിയിട്ട് വരാറുണ്ട്. അതിപ്പോ ഇതുപോലെ വളർന്നയാണെങ്കിൽ കൺപീൽ നമ്മളൊക്കെ ചിലപ്പോ പറയാ ഇതൊക്കെ ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നോക്കാം, ആരെ ഇന്ന് പ്രസംഗിക്കും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിമാരൊക്കെ ഇരുന്നിട്ട് ഹല്ലേലൂയ. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് ശരിയാണ്. കാരണം അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരുന്ന ഓരോ സൃഷ്ടിയും എത്ര പെർഫെക്റ്റാ. പണ്ടൊക്കെ പറയും മൂക്കൊക്കെ ഈ കിഴുത്തൊക്കെ പുകയൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ പുക വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൃഷ്ടിച്ചെങ്കിൽ മുകളിലോട്ട് പോക്കുകളും ഒരൊക്കെ വെച്ച് സൃഷ്ടിക്കുക. അങ്ങനെ മഴയൊക്കെ പെയ്ത നേരെ വെള്ളം മൂക്കിനകത്തൂടെ കയറി ഇതൊക്കെ പോകും. മനുഷ്യന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു ചെറിയ അവയവമാകട്ടെ വലിയ അവയവമാകട്ടെ ദൈവ സൃഷ്ടി സകല അവയവത്തിന്റെ ഫങ്ഷൻസ് ആമേൻ ഹല്ലേലൂയ അത് എത്ര മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചത്. ഏതെങ്കിലും ഒന്ന് പറയാണ് ഞാൻ ഇന്ന് പണിമുടക്കാന്ന് വെച്ച് നടക്കുമോ? എല്ലാത്തിനും ഹല്ലേലൂയ ആമേൻ. ആ അത്രത്തോളം ആമേൻ അതിശയകരമായി അത്ഭുതകരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിപ്പിനെ ഓർത്തു കഴിഞ്ഞു. കാരണം ഈ ബോളിലിരിക്കുന്ന എല്ലാം ഇത് മണ്ണിൽ നിന്നെടുത്ത് മണ്ണുകൊണ്ടുണ്ടാക്കി തിരിച്ച് മണ്ണിലേക്ക് തന്നെ ചേരും. കണ്ണാടിക്കൂട്ടിനകത്തൊന്നും കൊണ്ടുവച്ചാലും അവിടെ ഇരിക്കത്തൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തൊന്നും. ഹല്ലേലൂയ. കാരണം ആ ഇതിനെ നമ്മൾ മനസ്സിലാക്കാത്തവരാ പറയുന്നത് ദൈവമില്ല എന്നൊക്കെ പറയും. ദൈവമില്ല എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട, വേറെ ഒന്നും നോക്കണ്ട. സത്യമാണ്. ഞാനെപ്പോഴും പലപ്പോഴും നമ്മളോട് ചില ആൾക്കാരോ പിന്നെ എനിക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, ഞാനിതുവരെ ദൈവത്തിന് അത്ഭുതം ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവം ഒന്നും ചെയ്തിട്ടില്ല പറയുന്നത് നിങ്ങൾ എന്താ സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ മതി. നിങ്ങളെ സൃഷ്ടിച്ച ഒരു ഊനമില്ലാതെ ദൈവം സൃഷ്ടിച്ചത്. കണ്ണില്ലാത്ത, കാതില്ലാത്ത, ഹാലേലിയ സംസാരിക്കാൻ പറ്റാത്ത, ആമേ ഹാലേ എത്രത്തോളം ഹാലേലിയ ആ ബുദ്ധിയില്ലാത്ത ആമേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എത്രയോ ആൾക്കാർക്ക് ജനിക്കുന്നു. നമുക്ക് തന്ന കുഞ്ഞുങ്ങൾക്ക് വലിയൊരു കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. നമുക്ക് ഇവ കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട് ഈ ലോകത്തിൽ കാണുന്ന ഒന്നും തന്നില്ലെങ്കിലും ഇത് മാത്രം ഓർത്താൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ ദൈവസന്നിധി നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നെല്ലാം പറയും. പക്ഷേ അപ്പൊ ദൈവത്തിന്റെ ദൈവത്തിന് നന്നായിരുന്നു നമ്മൾ എത്രത്തോളമാണെന്ന്. അപ്പൊ നമ്മൾ ഈ പല ദിവസങ്ങളും നമുക്ക് നമ്മുടെ വഴികൾ അറിയാത്തത് കൊണ്ട് വഴികൾ വെളിപ്പെട്ട് ഞാനും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് തരുന്നല്ലേ, കർത്താവ് ഈ കാര്യം നിവർത്തിച്ച് ഇത് നടത്തി തരുന്നെല്ലാം പറയണം. പക്ഷെ ഇതിന്റെ മുഖാന്തരം എന്താ? വഴി എന്താ? ഇതെങ്ങനെ കിട്ടും? ഇതിലേക്കൂടെ വരും? ആര് കൊണ്ട് തരും? ഇതൊന്നും പറയാൻ പാടില്ല. ഇന്ന് വരെ ദൈവം പറഞ്ഞിട്ടില്ല. 2-3 പ്രാവശ്യം ദൈവം എഴുതി കാണിച്ച് സസ്പെൻസ്. അപ്പോഴൊക്കെ വീണ്ടും ചോദിച്ചു, സസ്പെൻസിന്റെ അർത്ഥം നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയാന്ന്. പക്ഷെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ട് എന്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ല. ഹാലയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മയും കർത്താവ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ സസ്പെൻസാ അല്ലേ? എത്ര പേർ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തേക്കുന്ന എല്ലാ അത്ഭുതങ്ങളും എടുത്തു നോക്കാം, നമുക്കത് സസ്പെൻസാ.
അതുകൊണ്ട് ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ്. ഹാലലൂയ. അതിനെക്കുറിച്ച് നമുക്ക് അതിന്റെ ആഴങ്ങൾ അളക്കാൻ നമുക്ക് പറ്റത്തില്ലെന്നേ. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും. ഇന്നലെ ഇവിടെ വെള്ളമൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ എന്റെ മോള് അമ്മ പ്രാർത്ഥിരമ്മ കൽപ്പിക്കമ്മ എന്നൊക്കെ പറയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിനെ തുറക്കാൻ പറയുന്ന കർത്താവിന് ഹല്ലേലൂയ. കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച ചെങ്കടലിനെ തുറന്ന് അത്രയും ഉണങ്ങിയ നിലത്തൂടെ ജനത്തെ മൊത്തം നടത്താൻ പറ്റിയ കർത്താവിന് ഹല്ലേലൂയ. ഈ വെള്ളമൊക്കെ വറ്റിച്ച് നിസ്സാര സമയം പോരെ. ഒരു കാറ്റ് വീശി ചിലപ്പോൾ ഇതിനൊക്കെ പറത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ദൈവത്തെ കുറച്ച് കാണാനൊന്നും പാടില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യും. അപ്പൊ ഇന്നിപ്പോ രാവിലെ എന്നോട് ഇപ്പൊ എണ്ണെന്നിരുന്നിട്ട് പറയുന്നത് ഇത് നമുക്ക് തന്നേക്കുന്ന പരീക്ഷ വല്ല ആയിരിക്കുമോ? ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് അവ ഈ അവസ്ഥയൊക്കെ ഞാൻ പറയും ചിലപ്പോ ആയിരിക്കും. കാരണം വെച്ചാ ഇന്നലെ നമ്മുടെ ലിസിസ്റ്റർ പറയുന്നുണ്ട് ചെങ്ങന്നൂർ പണ്ട് 2018 വെള്ളം വന്നപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ അവസ്ഥയെ കുറിച്ച് അല്ല അത് ഓർത്തപ്പോഴാണ് ഇന്ന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് അനുഭവത്തിൽ കൂടെ പോയവർക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ അതിന്റെ ആ കാഠിന്യം എത്ര വലുതാന്ന് മനസ്സിലാവും. അല്ലാത്ത ഇത്ര നാളെ നമുക്ക് ഫ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഇത്രത്തോളം ആ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അവസ്ഥയെ കൂടെ നമ്മൾ പോയിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് ഹല്ലേലൂയ ഇവിടെ ആരുടെ പൈസ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യ സാധനങ്ങൾ അവൈലബിൾ അല്ല എങ്കിൽ അത് പോയി വാങ്ങാനായിട്ടൊരു വണ്ടി നമ്മുടെ ബേസ്മെന്റ് പാർക്കിംഗ് നാട്ടിൽ പോയിട്ട് എനിക്ക് 5 വണ്ടി എങ്ങാണ്ട് അവിടെ കിടന്ന് ബാക്കിയുള്ള ഇവിടെ ഉള്ളവരൊക്കെ എടുത്ത് മാറ്റുന്നു. പക്ഷെ 5 വണ്ടികളിൽ ഫുള്ള് കവർ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയിട്ട് അതിന്റെ മീതെ വെള്ളം ഇപ്പോഴും എത്ര 3-4 ദിവസമായി. അതൊന്നും ഇനി ഒന്നിനും കൊള്ളത്ത് പോലും ഇല്ല. അപ്പൊ ഇതുപോലെ അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ളവർക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഇപ്പൊ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിപ്പോ ഇവിടേക്ക് ഒരാൾക്ക് എത്തിച്ചേരണമെന്ന് വെച്ച് നടക്കത്തില്ല. ഇവിടെ നമ്മൾ ഒരിടത്തേക്ക് എത്തണമെന്ന് വെച്ച് നടക്കത്തില്ല. ഓക്കെ, വേറെ എവിടെയെങ്കിലേക്ക് പോകാം. പോയിട്ട് എന്നാ ഒരു ദിവസം 2 ദിവസം മാറി നിൽക്കാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല, അവിടെ നിന്ന് വന്നാർക്കും കൊണ്ടുവരാനും പറ്റത്തില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയപ്പോ ഒരവസ്ഥയുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹല്ലേലൂയ. പിന്നെ ഞാനിങ്ങനെ എന്താ പറയാ മറ്റിടത്തും പോകണമെന്ന് ആലോചിക്കുമ്പോ തന്നെ നമ്മുടെ പ്രെയർ, അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥന ഇതൊക്കെ മറ്റൊരു വീട്ടിൽ പോയി നിന്നിട്ട് രാത്രി ഇവിടത്തെ ഇപ്പൊ 2:30 എഴുന്നേറ്റ് 2:20 എഴുന്നേറ്റ് വരുന്നത്. നാളെ നമ്മൾ ശനിയാഴ്ചത്തെ പറയുന്ന രാത്രി 1:30 അപ്പൊ 1:20 എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് നമുക്ക് സ്വാതന്ത്ര്യത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. വല്ലവരുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആകില്ലേ? അതൊക്കെ ആലോചിക്കും. ഞാൻ വേണ്ട, കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ദൈവം തന്ന ആ സമയം പ്രാർത്ഥനയുടെ സമയം ഒന്നും മാറ്റിവിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ അപ്പൊ നമ്മൾ ഈ അവസ്ഥയെ കൂടെ ഇന്ന് കടന്നു പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ അവസ്ഥയെ കൂടെ പോകുന്ന ഒരാളെ കുറിച്ച് കേൾക്കുമ്പം നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നവരാകരുത്. നമുക്ക് ഓടിയെത്താൻ പറ്റുമെങ്കിൽ ഓടിയെത്തണം, അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കണം. നമുക്ക് അല്ലെങ്കിൽ അവരെ കൈത്താങ്ങാൻ പറ്റുമെങ്കിൽ കൈത്താങ്ങണം. ഈ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന പലരും ഇരിക്കുമ്പോ അതിന്റെ അത്ര കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചിലപ്പോൾ നമ്മളെയൊക്കെ അവസ്ഥയിൽ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പർപ്പസിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്നും ദൈവം എന്തിനു വേണ്ടി നമ്മളിതിലേക്കൂടെ കടത്തിക്കൊണ്ട് പോകുന്നതെന്നും നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രേ എന്ന് നമുക്ക് ദൈവത്തെ സ്നേഹനിർണയപ്രകാരം വിളിക്കപ്പെടും സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ എന്റെ മോള് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഇത്രയും 13 നിലയോളം താഴേക്ക് ഇറങ്ങിയും കയറിയും വെള്ളമൊക്കെ അത് വെറുതെ അല്ല, വെയിറ്റ് വെള്ളം കൂടെ ചുമന്നുകൊണ്ട് കയറി ഇറങ്ങി ചെയ്തപ്പോ ബോഡി മസിലൊക്കെ വരും. ബോഡിക്ക് അതും നല്ലതാക്കി ദൈവം മാറ്റി. താറാപുസ്തകം പറയുന്നുണ്ട്, അതിപ്പോ ദൈവം കണ്ട ഈ താരം തന്നെ ഇത് വന്നത് തന്നെ നന്മയ്ക്കാക്കി മാറ്റുന്ന കണ്ട. അപ്പൊ ഇന്നലെ 2-3 പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് ഓരോ പ്രാവശ്യം കയറിയിട്ട് കയറി വരുന്ന വെറുതെ കൈവീശി അല്ലല്ലോ, പക്ഷെ വെയിറ്റ് എടുത്തല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിലപ്പം ഇത് ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ചെയ്തേക്കാട്ടി കൂടുതൽ എഫക്റ്റ് ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിമേൽ എല്ലാ ദിവസവും അതൊരു ശീലമാക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയാം. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നന്നാക്കി മാറ്റി. അപ്പൊ നമുക്ക് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 2-3 വാക്യം വായിക്കാവോ? യാക്കോബ് 1:2-3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. ആമേൻ. അപ്പൊ
വിശ്വാസത്തിന് പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നതിന് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ഹല്ലേലൂയ. ഒരു ആത്മീയനാണെങ്കിൽ, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിൽ വസിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനാണെങ്കിൽ, കാരണം അവന്റെ പരീക്ഷ വരുന്നത് എന്തിനാ വെച്ചാൽ അത് സ്ഥിരത ഉളവാക്കുന്നു എന്ന്. അപ്പൊ അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എത്ര വലിയ ആത്മീയരാണെന്ന് പറഞ്ഞാല് ഒരു പ്രശ്നം വന്നാല് ആമേൻ, നമുക്കൊരു എന്താ പറയാ, ഒരു വലിയ പരീക്ഷയിലെ നമ്മൾ കടന്നു അവൻ തകരുന്ന അവസ്ഥയിൽ തന്നെ പോകും. കാരണം അവനും വിളിക്കും, അയ്യോ കർത്താവ് എന്താ എനിക്ക് ഇങ്ങനെയെന്ന് വിചാരിക്കും. കാരണം ആത്മീയനെ നിലനിർത്തുന്നത് അവന്റെ ആത്മീയതയില്ല. അവൻ കേൾക്കുന്ന ദൈവ ശബ്ദമാണ്. എത്ര വലിയ ആത്മീയനാണ്, ഞാൻ ഭയങ്കര പ്രാർത്ഥനാക്കാരനാണ്, അല്ലെ പ്രാർത്ഥനാക്കാരിയാണ്, ഞാൻ ഒറ്റ സഭാരാധന മുടങ്ങത്തില്ല, ഞാൻ നല്ല ആത്മീയ ജീവിതം ബൈബിളൊക്കെ എന്നും വായിക്കും, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷ വന്നാൽ നമ്മൾ ഓടുന്നുണ്ട്, കർത്താവേ അയ്യോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം നമ്മൾ തകർന്നു പോകും. നമ്മൾ പുറമേ നമ്മൾ അത് പ്രകടിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ പെടുന്ന ദൈവത്തിന് അറിയാം. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ ആത്മീയത ഒരിക്കലും നമ്മുടെ പരീക്ഷകൾ നമ്മളെ നിലനിർത്തത്തില്ല. പക്ഷെ നമ്മളെ നിലനിർത്തും. നമ്മൾ അത്ര ആത്മീയരല്ലെങ്കിലും നമ്മൾ ദൈവത്തിനോട് ചേർന്നിരിക്കും, ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ അവിടെ നമ്മളെ ബലപ്പെടുത്തും. കാരണം ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശബ്ദം, കുഞ്ഞെ ഇത് ഞാൻ നിന്നോട് നീ ഭയപ്പെടണം കേട്ടോ, ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ അറിയാതല്ല ഇത് വന്നേക്കുന്നത് കേട്ടോ, ഇത് എനിക്ക് ഇതിനെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, അല്ല നടത്താൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ നീ കൂടുതൽ എന്നോട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാ, കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ, കൂടുതൽ നീ എന്നിൽ ചേർന്നിരിക്കാൻ വേണ്ടി, എന്റെ പർപ്പസ് എന്താണ് അതുപോലെ നീ ആയിത്തീരാൻ വേണ്ടിയിട്ടാ ഈ പരീക്ഷ എന്ന് കർത്താവ് നമ്മളെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. കാരണം നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. കാരണം നീ നിൽക്കുന്നത് ക്രിസ്തു എന്ന പറമ്പിലാണ്. ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് അവിടെയാണ്. ആ നിർത്തിയെടുത്ത് തന്നെ നീ നിൽക്കുന്നതുകൊണ്ട് ഈ പരീക്ഷ നിന്നെ മുക്കി കളയത്തില്ല. ഈ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ബലപ്പെടും. ഇല്ലെങ്കിൽ നമ്മളൊക്കെ തകർന്നു. എത്ര വലിയ ആത്മീയർ എത്ര വലുതാന്ന് പറഞ്ഞാൽ അയ്യം വിളിക്കത്തില്ലേ, കരയത്തില്ലേ? നമ്മൾ ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറയും, ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് തീ ഇറക്കിയ ആമേൻ. എല്ലാ പ്രവാചകന്മാരെയും ബാലിന്റെ പ്രവാചകൻ ഒറ്റയ്ക്ക് നിന്ന് വെട്ടി കൊന്നവൻ പക്ഷെ ഒരു നിമിഷത്തിൽ ഇസബേലിന്റെ ഒരു ഭീഷണി വന്ന സമയത്ത് പറഞ്ഞ്, മതി കേട്ടോ, ഇതൊക്കെ മതി കേട്ടോ, എന്നെ അങ്ങ് എടുത്തു. കാരണം എന്താ, അത്ര വലിയ ആത്മീയനായിട്ട് പോലും ഒരു സമയത്ത് അദ്ദേഹവും തളർന്നു പോയി. യോന എന്താ പറഞ്ഞ, നിന്റെ വയറ്റിൽ പോയതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരാവണക്കിന്റെ ചുവട്ടിരുന്ന് അടച്ചു സമയത്ത് എന്താ അവിടെ പ്രസംഗിച്ച് സാധനം നടന്നില്ല. എന്തുവാ, നല്ല കാര്യമൊന്നും അല്ല, നശിച്ചു പോന്ന് പറഞ്ഞത് ആ ദൈവം മാറ്റിക്കളഞ്ഞപ്പോ പറയാ, എനിക്ക് എല്ലാവരും പണ്ടേ അറിയാം ഇത് തന്നെയാണ് സംഭവിച്ചത്, എന്നെ വെറുതെ പറഞ്ഞു വിട്ട് നാണം കെടുത്താനായിട്ട് വിട്ട് ഞാനും ഇവിടെ വന്ന് വലിയ കാര്യത്തിൽ കുട്ടി ഘോഷിച്ച് വലിയ പ്രവാചകനൊന്നും പ്രസംഗിച്ചത് ഇപ്പൊ കണ്ടില്ല എന്താ സംഭവിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് യോനയും പറയുന്നതാണ് എന്താ, ഇതൊക്കെ മതി. ദൈവത്തോട് യോന പറഞ്ഞു, എനിക്ക് ചില മനുഷ്യരും ദൈവം നമ്മൾ ഡയലോഗ് കാണുമ്പോഴേക്കും, നീ എന്തിനാ കോപിക്കുന്നത്? ഞാൻ കോപിക്കും, എനിക്ക് കോപിക്കാൻ പാടില്ലേ, ഞാൻ മരണം വരെ കോപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തോട് ഇരുന്ന് പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ അവർ സംസാരിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തിന് അറിയാം. കാരണം വെച്ചാൽ നമ്മൾ ചില സമയത്തൊക്കെ ദൈവത്തോട് ചിലപ്പം ചില ചോദ്യങ്ങൾ ചോദിക്കുക, ദൈവത്തോട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ദൈവത്തിനറിയാം അതെങ്ങനെയാ സംസാരിക്കുന്നത്. അതെല്ലാം ദൈവം അത് അനുസരണക്കേടായിട്ടൊന്നും എടുക്കത്തില്ല കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ചില സമയത്തൊക്കെ നമ്മളോട് സംസാരിക്കുമ്പം അത് നമ്മളെല്ലാം അനുസരണക്കേടാന്ന് എടുക്കുകയില്ല. പക്ഷെ എല്ലാം നമ്മൾ നന്ദിയില്ലാത്തവരാണെങ്കിൽ നമ്മൾ പിറുപിറുക്കും, ദൈവത്തോട് അകന്നു പോവും. ഇതൊക്കെ ദൈവത്തിന് നന്ദിയില്ലായ്മ അല്ല കാണിക്കുന്നത്. ദൈവം നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നത് ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ വായി നിറഞ്ഞ വാക്കുകൾ അത് എങ്ങനെയാ വരുന്നതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ കാണുന്ന പാറമേലിരിക്കുന്ന കത്ത്, അപ്പൊ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ എപ്പോഴും കേൾക്കണം. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ജയിക്കാൻ പറ്റും. ഈ ശബ്ദം കേൾക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ഭയങ്കര സംഭവം കേട്ടോ, ഞാൻ നെക്കപ്പ് അങ്ങ് ചെയ്യട്ടോ ജയിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജയിക്കാൻ കഴിയില്ല. നമ്മൾ ഇപ്പൊ ഇവിടത്തെ ഈ വചനമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ചേർന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവത്തിന്റെ നടത്തിപ്പിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും കഷ്ടതയെ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഒരിക്കലും കഷ്ടത ജയിക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കഴിയുക. ഫിലിപ്പിയർ ലേഖനം 4:10-13 വായിക്കാവോ? 10-13 വരെ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു.
മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാക്ഷിയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ തിരിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മൾ നിങ്ങൾ പിന്നെ എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷം. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരം ഉണ്ടെങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ അടുത്ത് പറയുന്നത്, താഴ്ചയിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും ബുദ്ധിമുട്ടായിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും. അതിപ്പോ ആത്മൻ എല്ലാത്തിലും തൃപ്തിയോടെ ജീവിക്കുന്നവനായിരിക്കണം. ഏത് സാഹചര്യത്തിലൂടെ പോയാലും കത്താൻ, അയ്യോ കത്താ എന്താ എനിക്കിത്, അയ്യോ എന്താ എനിക്കിത്, എന്താ എനിക്ക് ചോദിക്കുന്ന ആയിരിക്കത്തില്ല. അവരില് ആത്മീയനാണെങ്കിൽ ഏത് അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും ആ ഉള്ള അവസ്ഥയിൽ നല്ല തൃപ്തനായിരിക്കാൻ പറ്റും. കഞ്ഞിയേ ഉള്ളോ, നല്ല തൃപ്തിയോട് കുടിക്കാൻ പഠിക്കണം. അല്ലാതെ അയ്യോ എനിക്ക് കഞ്ഞിയേ ഉള്ള, വേറെ ആരും കൂടെ മീനൊന്നും ഇല്ല, അല്ലെങ്കിൽ ചിക്കൻ ഇല്ലേ, അല്ലെങ്കിൽ കറിയില്ലേ, ചോറില്ലേ എന്നും പറഞ്ഞ് പരാതി പരിപ്പും പറയുന്നവരല്ല. നമ്മൾ ചില അവസ്ഥയുടെ കടന്നുമ്പോൾ അവിടെ എല്ലാം തുതിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും ഒക്കെ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ പലതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പേര് വെറുക്കണം, ദൈവത്തോട് പരാതി പറയണം, ദൈവത്തിന് കുറ്റം പറയണം. ഇത് കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിരിക്കും നമ്മുടെ കയ്യിലുള്ള സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ നമ്മൾ അനുഭവിച്ച് നോക്കിക്കേ. പിശാച് ഇവക്ക് എന്താ കുഴപ്പം, ഞാൻ വെറുതെ അല്ലേ പണിയൊക്കെ എടുത്തത്, വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റം ഇല്ല, അവൻ തന്നെ ലജിച്ചു പോകും. അപ്പൊ നമ്മൾ പിശാചിനെ ലജ്ജിപ്പിക്കുന്നവരാകണോ, അവനെ സന്തോഷിപ്പിക്കുന്നവരാണോ നമ്മളെ തീരുമാനിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് എന്ന് കരഞ്ഞിട്ട് എന്നാലും എനിക്ക് തന്നെ ഇല്ല എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ ഞാൻ ജയിച്ചു, ഹാലേലിയ, നാളെയും വരുവാൻ അതിന്റെ അപ്പുറത്തെ സംഭവങ്ങളുണ്ട്. ഹാലേലിയ. അപ്പം നമ്മൾ ഏത് അവസ്ഥയ്ക്കൂടെ പോകുമ്പോഴും തൃപ്തിയോടിരിക്കാൻ ഒരു ആത്മീയൻ പഠിക്കേണ്ട. ഹാലേലിയ. അപ്പൊ ഒന്നിനും തൃപ്തിയില്ലാത്ത അവസ്ഥ നമുക്ക് അവസ്ഥയ്ക്ക് കാരണമാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാലേലിയ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജയിക്കാൻ പാടില്ല. ഹാലേലിയ. അപ്പൊ ഈ ലോകത്ത് തൃപ്തി ഹാലേലിയ കിട്ടുന്ന നമുക്ക് എന്താ പറയാ, ഒന്നിനും തൃപ്തി ഇല്ലെങ്കിലാണ് ഹാലേലിയ നമ്മള് ചില പ്രശ്നങ്ങൾ. ഇപ്പൊ കുടുംബത്തിലൊക്കെ വഴക്കുണ്ടാകുന്ന കാര്യം എന്താ? തൃപ്തിയില്ലായ്മയാണ്. ഒരാൾ ചെയ്യുന്നത് അടുത്താൾക്ക് തൃപ്തിയാകുന്നില്ല, അവിടെ പരാതികൾ. ചിലപ്പോ ചില ആൾക്കാരൊക്കെ പറയും, എന്ത് ചെയ്തു കൊടുത്താലും ഒന്നുമില്ലെങ്കിൽ ഉപ്പില്ല പുളിയില്ല എന്ന് കുറ്റം പറയും. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ വേണ്ടില്ല, ഇത്രയും ഞാൻ കഷ്ടപ്പെടുന്നു, ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ എടുത്ത് കഴിക്കുക ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നതെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ഭാര്യമാർക്കുണ്ട്, ഭർത്താക്കന്മാർക്കുണ്ട്, ചില മക്കൾക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്തു കൊടുത്താല് തൃപ്തിയോടെ ഹാലേലിയ, അതിനൊന്നും തൃപ്തിയില്ല, എന്ത് കൊടുത്താലും അവർക്ക് തൃപ്തിയാകത്തില്ല. അങ്ങനെയുള്ളൊരു തൃപ്തിപ്പെടുത്താൻ കഴിയത്തുമില്ല നമുക്ക്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ തൃപ്തി എന്തിലാ? ലോകത്തിലുള്ള അനുഗ്രഹത്തിനും ഹാലേലിയ, നമ്മൾ എന്താ പറയാ, നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ സഭയിലേക്ക് പോകുന്ന, ദൈവത്തെ ആരാധിക്കുന്നത്. അല്ല, ചില ആൾക്കാർ അങ്ങനെയല്ലേ. എന്തിനാ സഭയിൽ പോകുന്നത്? എനിക്കൊരു ജോലി കിട്ടാൻ. ജോലി ഇല്ല സിസ്റ്റർ, ജോലി കിട്ടണം. അവർക്ക് ജോലി കിട്ടി നോക്കട്ടെ, പിറ്റേ ആഴ്ച തുടങ്ങിയിട്ട് സഭ വരാൻ സമയം ഉണ്ടാകും. പണ്ട് നമ്മുടെ ചില പാസ്റ്റേഴ്സ് പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പരസ്യം ഉണ്ട്, അനിൽ സ്പ്രേയുടെ പരസ്യം. ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ അവർ സഭയിൽ വരണമെങ്കിൽ, പ്രാർത്ഥിക്കാൻ വരണമെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വരണം, എന്നാലേ അവരെ കാണത്തുള്ളൂ. അങ്ങനെയുള്ള കുറെ ആൾക്കാരില്ല, നമ്മുടെ ഗ്രൂപ്പിലും ഉണ്ടാവില്ലല്ലോ. നമുക്കൂടെ പല ആൾക്കാരെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് കയറും, പല ആവശ്യങ്ങളുള്ള പ്രാർത്ഥനയ്ക്ക് വരും, ആവശ്യങ്ങൾക്കായി സാധിച്ചാൽ പിന്നെ ഈ ഭാഗത്തോട്ട് കാണത്തില്ല. അങ്ങനെ പോയ എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചല്ലേ. അവരെയൊക്കെ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. കാരണം ഇനി അവർ വരും, എപ്പോഴും അടുത്ത പ്രശ്നം വരണം എന്നെങ്കിൽ, എന്നാൽ മാത്രമേ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. നമ്മൾ സഭയിൽ പോകുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കുറെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഇതൊക്കെ നടക്കണം, ഇതൊക്കെ സാധിക്കണം, ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടാണ്. അതോ നമ്മുടെ നാഥനോട് ചേർന്നിരിക്കണം? എനിക്ക് എപ്പോഴും എന്റെ ദൈവത്തോട് ചേർന്നിരിക്കണം, കർത്താവിനോട് പറ്റിയിരിക്കണം, ആ ശബ്ദം കേൾക്കണം, ആ നടത്തിപ്പിൽ നടക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം.
ഇവിടെയാണ് നമ്മൾ ഹല്ലേലൂയ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ആഗ്രഹം കർത്താവിലാണെങ്കിൽ, ഞാൻ പറയുന്നത് ദൈവമാണ് എൻ്റെ ഓഹരി എന്ന് അബ്രഹാം പറഞ്ഞതുപോലെ നമ്മുടെ ഓഹരി കർത്താവാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനെക്കാട്ടി വില സ്വന്തം. ഞാൻ പറയും, അല്ല പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇരിക്കുമ്പോൾ വായ തുറക്കാം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമെങ്കിൽ നമ്മളെല്ലാ സങ്കടവും മറക്കും. അല്ലേ? നമുക്ക് അപ്പോഴും ആ സാന്നിധ്യത്തിൽ നടക്കാൻ പറ്റും, സാന്നിധ്യത്തിലായിരിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചാൽ പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ നമ്മൾ പെട്ടെന്ന് മെന്റലി ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. കാരണം വെച്ചാൽ എനിക്ക് ആ സാന്നിധ്യം എന്നെ ഇങ്ങനെ ആ സാന്നിധ്യത്തിൽ നമ്മൾ ആയിക്കഴിയുമ്പോൾ ഒരു അവസ്ഥയുണ്ട് പ്രാർത്ഥിക്കുന്നത്. മറ്റൊന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ വിഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ ഈ ഒരു അവസ്ഥയെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകണം. നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. ഞാൻ എന്റെ അവസ്ഥയും പറയുന്നു. ആ സമയത്ത് ഈ ലോകത്തെ എല്ലാം ശൂന്യമാണെങ്കിലും ഇതില് സാന്നിധ്യത്തിരിക്കുകയാണെങ്കിൽ നമ്മളിത് കഴിയുമ്പോൾ എണ്ണീറ്റ് പറയും, ദൈവം അറിയാൻ എന്റെ ജീവിതത്തൊന്നും വരുത്തില്ല. മുകളിൽ നിന്ന് കൊടുക്കാതെ എന്റെ മേൽ ആർക്കും യാതൊരു അധികാരവും ഇല്ല. ഒരാൾ എന്നെ വഴക്ക് പറഞ്ഞ ചോദിച്ചു ഇവിടെ വന്നാലും എന്റെ മുമ്പ് നിൽക്കാൻ വാ തുറക്കത്തില്ല. കാരണം അവിടുന്ന് അനുവദിച്ചിട്ടില്ല. അവിടുന്ന് അനുവദിക്കാതെ നമ്മളത് ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ബോധരയത്തില്ല. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും, സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കും, സുഖമായിട്ട് ബൈബിൾ വായിക്കും. പക്ഷെ ഇത് നമ്മളിൽ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന നമ്മള് വചനം വായിച്ചാലും വെറുതെ വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. അക്ഷരം കണ്ണിലൂടെ ഇങ്ങനെ ഓടിപ്പോവും എന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ എപ്പോഴും മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിന്റെ കണക്ട് ആകട്ടെ, എനിക്ക് ആ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയുന്ന രീതിയിലേക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ അവസ്ഥയിൽ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുന്നേക്കാൻ നമുക്ക് അതെല്ലാം മാറി. ഏതവസ്ഥയിലും നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റും. റോമാലേഖനം 1 21 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. 21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ ഭ്രഷ്ടരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മതി. നമ്മൾ തൃപ്തിയില്ലാത്ത ആയി മാറിയാൽ നമ്മുടെ വിവേകം കെട്ടുപോകും. പലർക്കും ഇന്ന് വിവേകം കെട്ടുപോയിട്ട് അവര് കാട്ടിക്കൂട്ടുന്ന എന്താന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലൂടെ അവർ കൈപ്പോയിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താ വെച്ചാൽ അവര് നന്ദിയില്ലാത്ത ഹൃദയമുള്ളവരാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കും നന്ദി കാണിക്കുക ചെയ്യാതെ അവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ നന്ദി ഇല്ലാതായി കഴിഞ്ഞ് ദൈവത്തിൽ ആശ്രയം പോയിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചിട്ടുണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. നമ്മുടെ തീരുമാനങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ അത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. പിന്നീട് അത് ശാപമായി മാറും. നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്വന്തം ബുദ്ധിയിലൊക്കെ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ മോളെ വാള് പോലെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അവിടെയൊക്കെ എന്താ പറയാ, പിന്നെ നമ്മളങ്ങ് സമാധാനിക്കും, കർത്താവേ നീ അറിയാണ്ടൊന്നും വരുത്തില്ലല്ലോ, ഇത് വേണേ ദൈവത്തിന് തടയായിരുന്നല്ലോ, ദൈവം തടഞ്ഞില്ലല്ലോ, ദൈവത്തിന് സ്റ്റോപ്പ് ചെയ്യാം, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ മണ്ടത്തരങ്ങളും നമ്മുടെ എടുത്തുചാട്ടം നമ്മുടെ സ്വന്തം തീരുമാനത്തിലും സ്വബുദ്ധിയിലൊക്കെ ആശ്രയിച്ച് നമ്മൾ പോയത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്കത് വരാതിരിക്കാൻ നമ്മൾ ദൈവത്തിനെ സമർപ്പിക്കണം. നമ്മൾ നന്ദിയില്ലാത്തവരല്ല, എല്ലാത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരാകണം. നമ്മൾ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നവരായിപ്പോ. എന്താ നന്ദി ഇല്ലാതായാലും വിവേകം നഷ്ടപ്പെടുക. മനുഷ്യൻ വിവേകശൂന്യനായ എന്ത് പറ്റും? മൃഗത്തിനെ ഭജന പറയുന്നത് മനുഷ്യൻ വിവേകമില്ലാതെ ഇപ്പൊ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായിപ്പോ. അപ്പൊ മൃഗത്തെ പോലെ ആയി പലപ്പോഴും പല ആൾക്കാരും സംസാരിക്കുന്ന പെരുമാറുന്ന കണ്ട നമുക്ക് അയ്യ ഇങ്ങനെയൊക്കെ മനുഷ്യർ സംസാരിക്കും. കാരണം വെച്ചാൽ അവരുടെ വിവേകമില്ലായ്മയാണ് അവരാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആയിപ്പോ നമുക്ക് ഹോശേയ പുസ്തകത്തിലേക്ക്, ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തില് 4-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഹോശേയ 4-ാം അധ്യായം
അധ്യായം 11 വാക്യം. 4 11 വാക്യം. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തു കളയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ഹല്ലേലൂയ ബുദ്ധിയെ കെടുത്തി കളയുന്നു. ഇന്ന് സഭയ്ക്കകത്ത് നമ്മൾ പലപ്പോഴും പുതിയ വീഞ്ഞ് വെളിപ്പെട്ട് കാണാന്ന് വെച്ചാൽ പുതിയ കുറച്ച് പഠിപ്പിക്കലുകൾ വെളിപ്പെടാറുണ്ട്. അവിടെ ഹല്ലേലൂയ അവിടെ വെളിപ്പെടുത്തും മൊത്തം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കാനും കൂടുതൽ സ്വപ്നം കാണാനും കൂടുതൽ ഹല്ലേലൂയ ഈ ലോകത്ത് ഇപ്പൊ കിട്ടുന്നതല്ല ഒരു പുതിയ സുവിശേഷം പുതിയ ഒരു പഠിപ്പിക്കൽ നമ്മൾ സഭയ്ക്കകത്ത് വെളിപ്പെടാണ്. അപ്പൊ ത്യജിക്കണം എന്ന സത്യത്തെ ദൈവത്തിന്റെ വചനം നമ്മളോട് പഠിക്കും. നിങ്ങൾ ലോകത്തെ ത്യജിക്കണം, ലോകത്തിന്റെ മോഹങ്ങളെ ത്യജിക്കണം, ലോകക്കാരുമായിട്ട് വേർപാട് വേണം, അത് പാടില്ല ഇത് പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്നത്തെ പുതിയ വീഞ്ഞ് എന്താ പഠിപ്പിക്കുന്നത്? ആഗ്രഹിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകുന്നറിയാവോ? ഇത് നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകും, നിരാശയിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും ഇന്ന് ഹല്ലേലൂയ ഒരുപാട് പേര് വിശ്വാസം വിട്ടകന്നു പോയേക്കുന്ന പലരെ കുറിച്ച് എനിക്കറിയാം. കാരണം അവർ സഭയിലേക്ക് കടന്നു വന്നത് ഓരോ ദൈവദാസന്മാർ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ രാജ്യത്ത് നിൽക്കുന്ന ഉച്ച കഴിയുമ്പോൾ ചിലപ്പോൾ യുഎസിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്കായിരിക്കും, അവിടുന്ന് അവിടുന്ന് തന്നെ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്തൊരു രാജ്യത്തിലേക്ക് പോകണം, നാട്ടിലേക്ക്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കയറി ഫ്ലൈറ്റിലേക്ക് പറന്ന് അങ്ങനെ രാജ്യങ്ങൾ തോറും നടക്കുന്ന അവർ നോക്കുമ്പോൾ ഭയങ്കര സംഭവമാണ്. അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാര്, വലിയ പേര്, പ്രശസ്തി, ഇതൊക്കെ കണ്ടപ്പോൾ പണം, ഇതെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങോട്ട് വന്ന ഉടനെ ഇതൊക്കെ ലഭിക്കാരുടെ കൂടെ വരുമ്പോ തന്നെ പ്രവാചകൻ തലയെ കൈവച്ച് പറയും, നിന്ന രാജ്യം കണ്ട പ്രവാചകനാക്കി ഞാൻ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും. അവരുടെയൊക്കെ വിചാരം ഈ പറയുന്ന ആൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്നേറ്റപ്പോ നേടിയതെന്നാണ് വിചാരിച്ചേക്കുന്നത്. അവരുടെയൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് എത്താനായിട്ട് എത്ര വർഷത്തെ കണ്ണുനീരും പ്രാർത്ഥനയും അതിന്റെ പിന്നിലുള്ള എഫർട്ടും ഉണ്ടെന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഇന്ന് സ്റ്റേജിൽ തിളങ്ങി നിൽക്കുന്നവരെ മാത്രമേ അവരെ കാണൂ. പക്ഷെ ഇവരുടെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെ ആയിട്ട് കണ്ണുനീരോടും പ്രാർത്ഥനയുടെ ഉപവാസത്തോടും ദൈവസന്നിധി വർഷങ്ങളോളം ചെലവഴിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ച് എത്തി നിൽക്കുന്നതാണ് ഇത്. അപ്പൊ ഇപ്പൊ വരുന്ന പുതിയ വിശ്വാസികളുടെ വിചാരം ഈ ആലോചന എല്ലാം കൂടെ ചെല്ലുമ്പോൾ നാളെ ഞാനിതങ്ങ് സംഭവിക്കും, ഞാനിപ്പോ നാളെ തുടങ്ങിയിട്ട് അടുത്ത ഇവിടെ ലോകം അറിയുന്ന പ്രവാചകനായി മാറാൻ പോവാന്ന് വിചാരിക്കും. പക്ഷേ ഇത് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ സംഭവിക്കത്തില്ലെന്ന് മനസ്സിലാവും. പയ്യെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് പയ്യെ പിന്തിരിഞ്ഞു പോകും. കാരണം അവരെ ഫോക്കസ് ചെയ്തേക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിലല്ല. അവരുടെ ഫോക്കസ് പേരിലും പ്രശസ്തിയിലും ഹല്ലേലൂയ പണത്തിലും ഈ ലോകത്തിൽ കുറെ എന്തൊക്കെയോ നേടാവുന്നേ വരുന്നത്. അങ്ങനെ വരുന്നവര് അപ്പം കിട്ടുന്നവര് അപ്പം അന്വേഷിച്ച് വന്നവര് അപ്പം കിട്ടേ വരും എന്ന് കർത്താവ് പോലും പറഞ്ഞില്ല. നിങ്ങള് അപ്പം കിട്ടിയതാണ് ഇന്ന് തന്നെ അന്വേഷിച്ച് വന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് അപ്പത്തിനായിട്ട് വരുന്നവരുണ്ട്. പക്ഷെ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിലേക്ക് നോക്കരുത്. അപ്പൊ അത് ഇന്ന് സഭകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹാലയിലെ കഷ്ടതയുള്ള കടന്നു പോകുന്ന കാര്യം ഈ പുതിയ വീഞ്ഞ് സഭയ്ക്കുള്ളിൽ ഒഴുകുന്നുണ്ട്. പുതിയ വീഞ്ഞ് കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ പഠിക്കണം. ചിലർ സംസാരിക്കുക, ചിലർ നമ്മുടെ സഭയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തെ ലോകത്തിലുള്ളതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് പറയും പ്രോസ്പെരിറ്റിയാണ്, അനുഗ്രഹമാണ്. ദൈവത്തിൽ അനുഗ്രഹം ഉണ്ടോ? കർത്താവ് യേശുക്രിസ്തു ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെ. പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നത് ചുമ്മാതെ വന്നിട്ട് നേടിയെടുക്കാന്ന് ആരും വിചാരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ നമുക്ക് അങ്ങനെ വെറുതെ എടുത്തങ്ങ് തരാത്തതിന്റെ കാര്യം, ഇത് തന്ന നാളെ നിങ്ങൾ ആരും ഇരിക്കുന്ന സഭയ്ക്കുള്ള കസേരക്കകത്ത് ആരും ഉണ്ടാകത്തിരിക്കാൻ ദൈവത്തിന് അറിയാം. കാരണം ലോകം ഇങ്ങനെ മാടി പിടിച്ചോണ്ടിരിക്കുക. ഇന്ന് പലരും അതൊക്കിലേക്ക് പോകാതിരിക്കുന്നവരെ കാര്യം എന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില കയ്യിൽ കാശുണ്ടാകത്തില്ലെന്നേ, അത് തന്നെ ആയിരിക്കും കാര്യം. പക്ഷേ ഈ കാശ് നമ്മുടെ കയ്യിലേക്ക് തരുമ്പം ഇത് നമ്മൾ സൂക്ഷ്മതയോട് ജ്ഞാനത്തോടു കൂടി വിവേകത്തോടി ഇതിനെ സ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കുമ്പോഴേ ദൈവം ചിലപ്പോൾ തരുവുള്ളൂ. അതിനുവേണ്ടി ദൈവം പലപ്പോഴും വൈകിപ്പിക്കും. നമ്മുടെ കയ്യില് എനിക്ക് 2018 ദൈവം കുറേ സമ്പത്ത് തന്നു, കാക്കാ പൂച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ പറയാ, കണ്ടെടുത്ത് എല്ലാം വാരിയില്ല ചെതറി അതുപോലെ കളഞ്ഞു. ഹല്ലേലൂയ. അത് പോയത് എനിക്ക് തന്നായിരുന്നു ഞാൻ പുറത്ത്. കാരണം എനിക്ക് അതുകൊണ്ട് കുറച്ചുകൂടെ ദിവസം ഇരിക്കാൻ പറ്റും. അല്ലാതെ അത് നഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പരിജ്ഞാനം ഇല്ല. എന്നിട്ട് ദൈവത്തോട് ഇരുന്നിട്ട് പറയും കർത്താവെ ഞാൻ അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്ത്, അപ്പൊ നീ അത് ഓരോരുത്തരും കാണിച്ചിട്ട് നീ ചെയ്യരുതെന്ന് പറയുമ്പോ ഞാൻ അത്
അവരുടെ കഷ്ടത കണ്ടല്ലേ ഞാൻ കൊടുത്തത്, അവരുടെ അവസ്ഥ കണ്ടല്ലേ കൊടുത്തത്, ദൈവത്തിന്റെ അല്ലേ മനസ്സലിവ്, ആ സ്വഭാവമല്ലേ മനസ്സലിവ് കാരണല്ലേ ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു കർത്താവിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതാണ്. കർത്താവ് പറഞ്ഞെന്താ, നീ പുറമേ കണ്ട മനസ്സലിയുമ്പോ ഞാൻ അകമേ കണ്ടാ മനസ്സലിയുന്നത്. കാരണം ഹൃദയം, പിന്നെ എനിക്ക് നമുക്ക് ഈയിടയ്ക്ക് മനസ്സിലായി ഹൃദയം ദൈവത്തിന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ദൈവം ഇടയ്ക്കിടയ്ക്ക് തൂക്കി നോക്കുമല്ലോ ഓരോ മനുഷ്യനെ കാണുമ്പോൾ തന്നെ. നമ്മൾ ഈ പുറമേ കണ്ട അയ്യോ പാവോ നല്ല വർത്താനം, അപ്പൊ ഞങ്ങളുടെ കൊച്ചു പറയപ്പോഴും മോള് പറയും മിനി സിസ്റ്ററേ എന്ന് വിളിച്ച് ആരെങ്കിലും വന്ന അമ്മ എല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പൊ അമ്മയുടെ ആ വിളിക്കുന്ന എന്തിനാ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല നിങ്ങള് പറയും. അപ്പൊ ഞാൻ പറയാം സാരമില്ല, പലപ്പോഴും നമ്മൾ മനസ്സിലാകാനായിട്ടൊന്നുമല്ല ഹാല്, നമ്മൾ പൊട്ടിയാന്ന പലരും നമ്മൾ പൊട്ടിയായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കത് കൊടുക്കുമ്പോഴാ സന്തോഷമെങ്കിൽ നമ്മളത് കൊടുക്കും. എനിക്ക് സന്തോഷം ഒരാൾ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളെ പൊട്ടിയാക്കാൻ വേണ്ടി വരുന്നതെന്ന് നമുക്ക് നന്നായി പൊട്ടിയായി തുടങ്ങിയത് പുറത്തുള്ള ആൾക്കാരെല്ലാം ആദ്യം പറ്റിച്ചു, നമ്മുടെ വീട്ടിലെ സഹോദരങ്ങൾ നമ്മുടെ വീട്ടുകാരൊക്കെ തന്നെയാണ് ആദ്യമേ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പൊട്ടിയാക്കുന്നത്. അന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാനത് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് മനസ്സിലാകാനിട്ടല്ല, പക്ഷേ നമുക്കത് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകത്തപ്പോ എന്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ അന്നും എനിക്കിഷ്ടം ഇന്നും എനിക്കിഷ്ടം അതുപോലെ. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, നമ്മളത് പോട്ടെ. അപ്പൊ നമ്മളെ ദൈവം ത്യജിക്കാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് പലരും ആഗ്രഹിക്കാൻ പഠിപ്പിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഈ വലയിൽ വീണു പോകരുത്, ഈ പുതു വീഞ്ഞിൽ ഹാലിൽ നമ്മൾ കുടുങ്ങി പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഷ്ടതയിൽ തന്നെ കടന്നു പോകും, നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല. ലോകത്തെ കഷ്ടമുണ്ടെങ്കിലും അപ്പൊ സമാധാനം ഉണ്ട് ദൈവത്തിൽ ഹാലെ. പക്ഷെ നമ്മൾ ആ സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ പുതുവീഞ്ഞിന്റെ പഠനത്തിലേക്ക് കടന്ന്. അതിൽ തന്നെ ഹോശേയ പ്രവാചക പുസ്തകം 4-ാം അധ്യായത്തിന് 14 തുടങ്ങി 17 ഒന്ന് വായിക്കാവോ? നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കുകയില്ല. അവർ തന്നെ വേശ്യാസ്ത്രീകളോടുകൂടെ വേറിട്ട് പോകുകയും ദേവദാസികളോടുകൂടെ ബലി കഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബെത്ത് അവനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും അരുത്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? എബ്രേം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവൻ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റ് അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. ഇവിടെ പറയുന്നത് ഹാലല്ലേ എന്താ പറയുക, അവർ ഹൃദയം കൊണ്ട് ദൈവസ്ഥ ആകുന്നു. എങ്ങനെ? അവർ വിഗ്രഹങ്ങളോട് കൂട്ടാളികളാകുന്നു. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അവർ ദുശാഠ്യം കാണും, പശുക്കിടാങ്ങളെ പോലെ ദുശാഠ്യം കാണിക്കുക. അതായത് എപ്പോഴും വിഗ്രഹങ്ങളോട് കൂട്ടാളിയ, ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന്. ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവത്തോട് പറ്റിയിരിക്കണം. ഹാലേലിയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കുക, അവന്റെ നാമത്തിൽ ഞാൻ എടുത്തത് ദൈവത്തിന്റെ വചനം. ഹാലേലിയ. പക്ഷേ ഇവിടെ അവര് വിഗ്രഹങ്ങളോട് പോയി സകല മ്ലേച്ഛതയുടെ കൂട്ടാളിയായി മാറി നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ. അവിടെ എന്താ വെച്ചാൽ അവരെന്തുകൊണ്ടാ അവരെ ചിന്തകൾ കെട്ടുപോയി. ഹാലേലിയ. അവർ നമ്മൾ ഞാൻ പലപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം പലരും വിചാരിക്കും നമ്മൾ ജ്ഞാനിയാന്ന് വിചാരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കുറവ്, എനിക്ക് നല്ല ബുദ്ധിയോ അല്ലെങ്കിൽ എനിക്ക് അറിവുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട് എന്നൊക്കെ. പക്ഷെ അവര് ജ്ഞാനിയല്ല ഹാലേലി. കാരണം അവരുടെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങൾ അവരിലേക്ക് കടന്നു വരാറുണ്ട്. ആ വിഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ വിഗ്രഹങ്ങളോട് കൂട്ടാളി എന്നിവിടെ പറഞ്ഞ് പല കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മുടെ വിഗ്രഹം ഇന്ന് എന്താണ്? ചിലർക്ക് സ്ഥാനമാനങ്ങളായിരിക്കും, ചിലർക്ക് ക്യാഷ് ആയിരിക്കും, ചിലർക്ക് സ്വപ്നങ്ങളായിരിക്കും, ചിലർക്ക് ആഗ്രഹങ്ങളായിരിക്കും. ഹാലേലിയ. അപ്പൊ എന്നിട്ട് ഇതായിരിക്കും ഇതിനെല്ലാം ഇവര് പലപ്പോഴും അവരുടെ ജാതികളോട് കൂടി ഇണയില്ലാപ്പിണ കൂടിയതും സ്ത്രീകളുമായി പരസംഗം ചെയ്തു തുടങ്ങിയതും ഇവര് പലതിലെ വിഗ്രഹത്തിലും കൂട്ടാളിയായി മാറിയൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വിവേകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമായിരിക്കത്തില്ല. നമ്മുടെ അന്ത്യകാല സമയത്തെ ലക്ഷണം ദൈവം പറഞ്ഞിരുന്നു എന്താ വെച്ചാൽ സ്വസ്നേഹം ദ്രവ്യാഗ്രഹികളുമായി മാറുന്നു അല്ലേ? കാരണം സ്വസ്നേഹം വന്നാൽ തന്നെ സെൽഫായിട്ട് എനിക്ക് കർത്താവ് ദൈവം പറഞ്ഞെന്താ, നിന്നെ പോലെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കും, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ ദൈവത്തോടും അല്ല നമുക്ക് മറ്റാരോടും അല്ല, നമ്മൾ ഈ സ്വസ്നേഹം കയറി കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് വരുന്നൊരു സാധനമാണ് ഹാലേലിയ ദ്രവ്യാഗ്രഹം. എന്നുവെച്ചാൽ എല്ലാം എനിക്ക് 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 എനിക്കെന്ന്. പണ്ടുള്ള അപ്പച്ച പറയാൻ കാര്യം ഇന്നലെ പറഞ്ഞത്, അവര് ഉള്ളത് വിറ്റ് ഹാലേലിയ സഭയ്ക്ക് വേണ്ടി ചെലവഴിച്ചവരാണെങ്കിൽ ഇന്ന് സമ്പാദിച്ചു കൂട്ടുന്ന ഒരു തിരക്ക് കൂട്ടിച്ചതാണ്. അപ്പൊ അതെന്തുകൊണ്ട്? സ്വസ്നേഹം വരുന്നുണ്ട്. ഞാന് എന്റെ മക്കള് എന്റെ മക്കളുടെ മക്കള് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി
സമ്പാദിച്ചപ്പെട്ട് ഒരപ്പച്ചൻ മരിക്കാൻ കിടന്നപ്പോ എനിക്ക് അജിപ്പാസ്റ്റാണെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചിട്ട്, അല്ല നമ്മുടെ മറ്റേ സാജു മാത്യു ബ്രദറെ പറഞ്ഞു, ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചിട്ട്, അല്ല നീ ഒന്ന് നോക്കിക്കേ എത്ര സമ്പാദിച്ച. പുള്ളിക്കാരൻ നോക്കിട്ട് പറഞ്ഞ് എത്ര ഒരു കണക്ക് പറഞ്ഞു, 50 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട്. പുള്ളി അയ്യോ ദൈവമേ ഞാൻ എന്തോ ചെയ്യും. അപ്പൊ എന്ത് പറ്റി? എന്റെ 51ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞതുപോലെ പലരുടെയും ചിന്ത ഇങ്ങനെയാണ് സമ്പാദിച്ചത്. പക്ഷെ നമ്മളുടെ ഇതൊക്കെ നമ്മൾ മാറ്റിക്കളണം. നമുക്ക് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം ഒരു ദിവസം വന്ന് പ്രസംഗിക്കുക, നിങ്ങൾ വിഗ്രഹത്തെ വിട്ടുകളത്, നമ്മൾ അപ്പുറം ഇരിക്കുന്നവരുടെ ഒക്കെ ഹൃദയത്തെ വിഗ്രഹത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്വന്തം ഹൃദയത്തെ വിഗ്രഹം എന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ മറ്റുള്ളവന്റെ കണ്ണിലെ കരടൊക്കെ കാണും, പക്ഷേ സ്വന്തം കണ്ണിരിക്കുന്ന പോല് കാണാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ഹൃദയം എവിടെയാണ്, നമ്മുടെ ആഗ്രഹം എവിടെയാണ്? ഇത് യഥാർത്ഥമായിട്ട് നമ്മൾ ഇരുണ്ടു പോയി കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിന് മോഹത്തിൽ അല്ലെങ്കിൽ പല വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ കഷ്ടത അല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല. ഇത് ശാപത്തിന് കാരണമായി മാറും. ദൈവത്തെക്കാട്ടി ഉപരിയായി ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല, ദൈവത്തിന്റെ പ്രമാണം. പക്ഷെ ഇന്ന് ദൈവത്തെക്കാട്ടി ഉപരിയായി പലതിനെ സ്നേഹിക്കുന്നുണ്ട്. അത് വിട്ടുകളയണം. വിട്ടുകളഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടതയ്ക്കൂടെ തന്നെ കടന്നു പോകും. നമുക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതം അപ്പൊ നമ്മൾ വേദനാജനകമായി മാറി, ചില ശാപത്തിനൊക്കെ അധീനരായി മാറി. എഫ്രൈമിനെ കുറിച്ച് അവിടെ പറയുന്ന അനുസരണയില്ലാത്ത, ഇതിനെ കുറിച്ച് ദുശാഠ്യമുള്ള കാളൊക്കെ പശുക്കിടാവും. എന്നുവെച്ചാ ദുശാഠ്യമുള്ള പിള്ളേരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും പിടിച്ച എനിക്കിത് വേണമെന്ന് പറയും. അതിനെയൊക്കെ ദൈവം മേയ്ക്കുമെന്ന് ദൈവം ചോദിച്ചിരിക്കുന്നത്. ഞാനൊക്കെ അടിച്ച് തൂത്ത് പുറത്ത് കളയുന്ന കർത്താവ് പറയുന്നത്. അർത്ഥം അത്രേ ഉള്ളൂ ഹാലയില്. കാരണം കർത്താവിന് ദൈവത്തിന് നടത്തിപ്പ് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ഹാലയിൽ ഒരിക്കലും അവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ പ്രവാചകൻ പുസ്തകം 7-ാം അധ്യായത്തിൽ 8-9 വാക്യം വായിക്കാം. 8-9 7-ന്റെ എഫ്രൈം ഇടകലർന്നിരിക്കുന്നു, എഫ്രൈം മറിച്ചിടാത്ത ദോശയാവുന്നു. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. എഫ്രൈം എന്താ പറയാ അവിടെ പറയുന്നത്? എഫ്രൈം ജാതികൾ ഇടകലർന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോശയാണ്. എന്താ മറിച്ചിടാത്ത ദോശ? ഒരു സൈഡേ വേഗത്തുള്ളൂ. ഒരു സൈഡ് വേഗാനെ ഏൽപ്പിച്ചു കൊടുത്തു, അടുത്ത സൈഡ് വേഗാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അടുത്ത പറയുന്നത് അന്യജാതിക്കാരുടെ ബലം തിന്നുകളഞ്ഞ്. ഇങ്ങനെയുള്ള സംഭവിക്കുന്ന വെച്ചാൽ അവരുടെ ബലം എന്താ പറയാ പൊയ്പോകും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അനുവദിക്കാത്ത ദൈവത്തിന്റെ ചിലതിലൊക്കെ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കത്തില്ല. മറിച്ചിടാത്ത ദോഷം എന്ന് വെച്ചാൽ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിടാൻ സമ്മതിച്ചില്ല. അപ്പൊ നമ്മൾ അനുവദിച്ചു കൊടുക്കാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബലം പൊയ്പോകും. ഈ തീ കൂടൊക്കെ നമ്മൾ നേരത്തെ ദൈവം പറഞ്ഞ നമ്മുടെ തുരുത്തിയുടെ ഉപമ നമുക്ക് എടുക്കാം. തുരുത്തി ഹല്ലേലൂയ, തുരുത്തി വെയിലത്തും തീയത്തും പുകയത്തും ഒക്കെ വെച്ച് ദൈവം അതിനെ സ്ട്രോങ് ആക്കി എടുക്കുമ്പോൾ ദൈവത്തിന് ഒറ്റ വിചാരമേ ഉള്ളൂ, ഇതിലേക്ക് പുതു വീഞ്ഞ് പകരുമ്പോൾ തുരുത്തി പൊളിഞ്ഞു പോകരുത്. തുരുത്തി ചിലപ്പോ തുരുത്തി കുറച്ച് കത്തേ മതി കേട്ടെ, എനിക്ക് ഇത്രയൊക്കെ തീയത്തിരുന്നാൽ മതി, ഇനി എനിക്ക് തീയത്തിരിക്കാൻ പറ്റത്തില്ല, എന്നെ ഇരുത്തണ്ട എന്ന് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? തുരുത്തി പൊളിഞ്ഞു പോകും. നമ്മൾ ദോശ ഇടുമ്പോൾ ദോശ എല്ലാം 2 സൈഡ് മറിച്ചിട്ടാ ചുടുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഹോട്ടലിലൊക്കെ ഗീറോസ് പരത്തിയിട്ടാണ് അങ്ങനെ ചുടുമ്പോഴാണ് ഒരു സൈഡ് വെച്ചിട്ട് ദോശ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശ എന്ന് പറയുമ്പോഴത്തേന് 2 സൈഡ് മറിച്ച് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡേ വേഗത്തുള്ളൂ. ഒരു സൈഡ് വെന്താ അത് ടേസ്റ്റി ആണോ? കഴിക്കാൻ കൊള്ളാവോ? ഇല്ല. കാരണം ദോശ പറയാ മതി കേട്ടെ, ഇത്രയും ദിവസങ്ങൾ തന്നെ 2 സൈഡൊക്കെ മറിച്ചിട്ട് ദോശ കഴിച്ചത്. പക്ഷെ ഞാൻ സമ്മതിക്കാതെ എനിക്ക് ഒരു സൈഡ് വെന്താ മതി എന്ന് പറയുമ്പോൾ ആ ദോശയുടേതായ രുചിയും ഗുണവും മണവും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതെന്തുകൊണ്ട്? അപ്പൊ നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുന്നത് എന്താ? എങ്കിൽ എന്താ വെച്ചാൽ അവന്റെ അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു. അങ്ങനെ നമ്മൾ ദൈവത്തിന് അനുവദിച്ചു കൊടുക്കാതെ നമ്മൾ ഇച്ചിരി സുഖത്തിന്റെ ഒക്കെ കൂടെ ഇതൊക്കെ വിശ്വാസമൊക്കെ നല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് അങ്ങനെ കൂടെ ഒന്ന് പോയാൽ കൊള്ളാം. പക്ഷെ അവിടെയും വേണം ഇവിടെയും വേണം എന്ന് 2 വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ ബലം ശത്രു അവരുടെ ബലം തിന്നുകളി, അവന് ബലഹീനനായിക്കൊണ്ട് നമ്മളത് അറിയത്തില്ല പലപ്പോഴും. എവിടെ നമ്മൾ മനസ്സിലാകുന്നത്? പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയിലൊക്കെ പോകുമ്പോൾ വലുതായിട്ട് അറിയാം. പക്ഷെ പരീക്ഷയിലേക്ക് നമ്മൾ പെട്ടാൽ അവൻ ആത്മീയൻ പിടിച്ചു നിൽക്കുന്നവരെ പിടിച്ചു നിൽക്കത്തില്ല. ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ പിടിച്ചു നിൽക്കുന്നവരെ പിടിച്ചു നിൽക്കത്തില്ല. കാരണം ഇവൻ ലോകത്തിലോട്ട് പറ്റി കിടക്കുക.
അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ സമാധാനം, കഷ്ടം വരുമ്പോ അവൻ സമാധാനത്തിലായിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്ത നമ്മൾ 11 വാക്യം ഒന്ന് വായിക്കാം. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. അവർ മിസ്രയീമിനെ വിളിക്കുകയും അശ്ശൂരിലേക്ക് പോവുകയും ചെയ്യും. ആമേൻ. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ. നേരത്തെ പറഞ്ഞ ബലമില്ല, അപ്പൊ ഇവിടെ പറഞ്ഞ ബുദ്ധിയില്ല. അപ്പൊ ബലമില്ലാതാകും, ബുദ്ധിയില്ല. കാരണം എന്താ വെച്ചാ അവര് ദൈവത്തിന് ചിലതൊക്കെ ദൈവത്തിന്റെ ആ ദൈവം നടത്തിക്കുന്ന നടത്തിപ്പ് കൂടെ നടന്നു പോകാൻ അനുവദിക്കാത്ത ആൾക്കാരെ കുറിച്ച് അവർ ബലമില്ല, അവര് ബുദ്ധിയില്ല. പൊട്ടപ്രാവെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത പ്രാവ്. ബുദ്ധിയില്ലാത്തവർക്ക് അപ്പം ബലം ഉണ്ടാകത്തില്ല, ബുദ്ധി ഉണ്ടാകത്തില്ല. അവർക്ക് ഭക്തിയുടെ വേഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ശക്തി ഉണ്ടാകത്തില്ല. കാരണം അവരെപ്പോഴും കോംപ്രമൈസ് ലൈഫിലൂടെ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു പരീക്ഷാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം അവിടെ അവർക്ക് പിടിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കേട്ട വചനത്തിന് മുമ്പ് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവേ, അപ്പ എന്നെ ഒന്നുകൂടെ ഒന്ന് പണിയണം. എന്തിനാണ് ദൈവം നമ്മളെ ദൈവത്തെ പോലെയാകാൻ, പുത്രനോട് അനുരൂപരാകാൻ വേണ്ടി, ക്രിസ്തുവിനെ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണമെന്ന ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ നമ്മൾ കർത്താവിനെ പോലെ ആകാൻ വേണ്ടി ജീവന്റെ കിരീടം പ്രാപിക്കാൻ കഴിയണം. ആമില്ല എന്റെ നാഥന്റെ കർത്താവ് യേശു ക്രിസ്തു എന്ന ലോകത്തെ ജയിച്ച് എനിക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയണം. ഞാൻ ഈ ലോകത്തിലെ മോഹങ്ങളിൽ പെട്ടുപോകാനല്ല, എന്നാൽ ജയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ജയാളിയെ ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരുമ്പോൾ നമ്മളും ജയാളികളാകണം. കാരണം നമ്മൾ ജയാളികളായാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയും. എന്തിനു വേണ്ടി ദൈവം ഇതിലേക്ക് കൂടെ കൊണ്ടത്? കാരണം കർത്താവിന്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം, ക്രിസ്തുവിന് അനുരൂപരാകണം, ക്രിസ്തുവിനെ പോലെയാണ്. എന്തിനാ ഇതെല്ലാം പറയുന്നത്? നിത്യതയിൽ നമ്മളെ കാണണം. കാഹള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആരും കൈവിട്ടപ്പെട്ടു പോകരുത്. ദൈവത്തോട് കൂടെ വസിക്കാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ടെസ്റ്റ് ട്രയൽസ് ഒക്കെ ദൈവം തരുന്നത്. അതിനെല്ലാം അവിടെ എല്ലാം പിറുപിറുക്കാതെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന് ബുദ്ധിയുള്ളവരായി നമ്മളെ രോമാലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായ സമർപ്പണം. അപ്പൊ ബുദ്ധിയുള്ള ഒരു ആരാധനയ്ക്കായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായിട്ട് തന്നെ നമ്മൾ സമർപ്പിക്കുക. ദൈവത്തോട് യുഗായുഗങ്ങളോളം ദൈവത്തോട് കൂടെ കാണാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ചിലതൊക്കെ കണ്ണ് വെച്ചുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. ബുദ്ധി ഇല്ലാത്തവരാകരുത്. അങ്ങനെ മറിച്ചിടാത്ത ദോഷം പോലെ അതൊക്കെ പറഞ്ഞതുപോലെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ പുലയിൽ ഇരിക്കുന്ന കൊല്ലന്റെ കയ്യിൽ ഇരിക്കുന്ന ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും. കുശവന്റെ കയ്യിലെ മൺപാത്രം പറയണം, കുറച്ച് പണിഞ്ഞോണ്ടിരിക്കും, പറയും മതി കേട്ടോ. അത് ശരിക്കും നല്ലോണം പറയും ചവിട്ടി കുഴച്ച് ചെളി അതിനകത്ത് കല്ലും കീടമൊക്കെ പറക്കിക്കളഞ്ഞ് കയ്യിലിരുന്ന് നല്ല ഷേപ്പായി മാറി തീക്കകത്തൂടെ ഇട്ട്. അപ്പൊ ഇതിനൊന്ന് അനുവദിക്കാൻ പകുതി ഞാൻ പറയും മതി കേട്ടോ, ഞാൻ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് എന്താ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുപോലെ നമ്മൾ പലപ്പോഴും പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ പണിക്ക് അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കാതെയും അത് മനസ്സിലാക്കാതെയും നമ്മൾ പലപ്പോഴും പെറുപെറുക്കും, ദൈവത്തോട് പരാതി പറയൊക്കെ ചെയ്തുകൊണ്ട് മാറി മാറി പോകാൻ ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും അങ്ങനെ നമ്മൾ ആകരുത്. ക്രിസ്തുവിൽ തന്നെ നമ്മൾ വസിക്കുക. ദൈവത്തിലാണ് നമുക്ക് സമാധാനമുള്ളത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി കൂടുതൽ സമർപ്പിച്ചു കൊടുക്കണം. എവിടേക്കോ നമ്മൾ ഇനിയും വീണ്ടും സമർപ്പിക്കാനുണ്ട്. കാരണം പലപ്പോഴും കഷ്ടത വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയും വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പുറമേ പറഞ്ഞില്ലെങ്കിലും ഹൃദയം അറിയുന്ന ദൈവത്തിന് നന്നായി അറിയാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അങ്ങനെ ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിനെ സമർപ്പിച്ചു കൊടുക്കാം. കഷ്ടങ്ങളിലൂടെ പോയാലും ഒന്ന് നമുക്ക് ഉറപ്പോട് പറയണം, ഞാൻ ഇപ്പൊ കഷ്ടത്തിലായിരിക്കും ഇരിക്കുന്ന, പക്ഷേങ്കിൽ എന്റെ കർത്താവ് എന്റെ കൂടെയുള്ള ഏത് കഷ്ടത്തിലാണെങ്കിലും എന്നെ ജയാളിയെ നടത്തുന്ന ക്രിസ്തു എന്റെ കൂടെയുണ്ട്. അവിടെയെല്ലാം നമ്മൾ സമാധാനത്തോടെ കഷ്ടത സിദ്ധ എന്ന് പ്രത്യാശയും എന്ന് പറഞ്ഞ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കഷ്ടത എന്ന് നമ്മൾ സഹിഷ്ണുത പഠിക്കാൻ വേണ്ടി അതിൽ നമ്മൾ സിദ്ധത ആകാൻ, അതിൽ നമുക്ക് പ്രത്യാശ വർദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല, തകർന്നു പോകാൻ വേണ്ടിയിട്ടില്ല. നമ്മളെ തകർക്കാനല്ല ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം നമ്മളെ പണിതുകൊണ്ടേ ഇരിക്കണം. ആ പണിക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.